പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. 2, 3, 4 പ്രതികളെയാണ് ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി കലയുടെ ഭർത്താവിനെ ഉടൻ തന്നെ വിദേശത്ത് എത്തിച്ച ശേഷം മാത്രമേ കേസിലേക്ക് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ മനീഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 15 വർഷം മുമ്പ് നടന്നൊരു കൊലപാതകം, ആ കൊലപാതകത്തിൽ പോലീസിനെ പിന്നോട്ടടിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതിസന്ധിയാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സാഹചര്യ തെളിവ് ശേഖരണം അടക്കം ബുദ്ധിമുട്ടായ ഒരു കേസാണ്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഇന്നലെ ശേഖരിച്ച ശരീരാവശിഷ്ടങ്ങൾ അത് കലയുടെ തന്നെ ഉറപ്പുവരുത്തുക. ഇപ്പോൾ ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. തീർച്ചയായും അവർക്ക് മറുപടി ഒന്നും തന്നെ നമ്മൾ എടുക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചു. എന്തായാലും അവർ അകത്തേക്ക് കോടതിക്കകത്തേക്ക് കയറി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ കോടതി ചേരും. അഡ്വക്കേറ്റ് സുരേഷ് മത്തായിയാണ് ഇതിൽ ഹാജരാകുന്നത്. പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് സുരേഷ് മത്തായിയാണ്, ഇവിടുത്തെ ഒരു പ്രമുഖ അഭിഭാഷകനാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രതികൾ കാര്യമായ രീതിയിലുള്ള പ്രതികരണത്തിന് മുതിർന്നില്ല. നിർവികാരമായി തന്നെ പോലീസിനൊപ്പം കയറി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രമകരമായ നിരവധി തെളിവുകൾ ഇനിയും കണ്ടെത്താനുണ്ട്. കസ്റ്റഡി അപേക്ഷ ഇന്ന് വെക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇന്ന് തന്നെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യും. 3 പ്രതികൾക്കും വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് പ്രതിഭാഗം അറിയിച്ചിട്ടുണ്ട്. APP അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം ചേംബറിലെത്തും. അഡ്വക്കേറ്റ് ശോഭയാണ് സർക്കാർ അഭിഭാഷക. എന്തായാലും ഒരു ഘട്ടത്തിൽ പ്രതികളെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കോടതി നടപടിക്രമങ്ങൾ അല്പസമയത്തിന് ശേഷം ആരംഭിക്കും. ഇനി പ്രതികളെ കസ്റ്റഡി അപേക്ഷ വയ്ക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. വേണം. ശരി, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഹാജരാക്കിയ ശേഷം പ്രതികൾ ജാമ്യാപേക്ഷ മുന്നോട്ട് വയ്ക്കും. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വിശദമായ ചോദ്യം ചെയ്യൽ, അതിനപ്പുറത്തേക്ക് പരമാവധി സാഹചര്യ തെളിവുകൾ, ഉള്ള തെളിവുകൾ ശേഖരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.